ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ട്. ടാൻ അത്രയും സ്ഥലം റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ ഹെയർ കംപ്ലീറ്റ്ലി ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഭാഗ്യാസ് ക്രിയേഷൻസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈറൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള നിക്കോണി ടാൻ വാനിഷ് ഗ്ലൂട്ടാകോജിക് സ്കിൻ പോളിഷിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 1399. പിന്നെ ഇതിനകത്ത് ഇവരിതിൻ്റെ പ്രോഡക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡോക്ടേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റായിട്ടാണ് അവരുടെ വീഡിയോസിലും എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ വരുന്നത് ഒരു ലോഷൻ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഒരു പൗഡർ, പിന്നെ ഒരു പോളിഷിംഗ് ക്രീം. ഓക്കെ, പിന്നെ ഒരു ബ്രഷും ഒരു ബൗള്, അതുപോലെ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനുള്ളൊരു കപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ആക്കി ഈ ഒരു ക്രീം, ഓക്കെ, പ്രീ ആൻഡ് പോസ്റ്റ് പോളിഷ് ക്രീം എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മെഷറിംഗ് കപ്പ് വെച്ചിട്ട് ഈ രണ്ട് പ്രോഡക്റ്റ്, അതായത് ലോഷനും അതിൻ്റെ ഒരു പൗഡറും, അത് രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിൽ, അതായത് ഇതിനകത്ത് ലോഷൻ എടുക്കുക, ഈ ഒരു ചെറിയ കപ്പിനകത്ത് അതിൻ്റെ ആക്ടിവേറ്റർ, അത് ഇതിനകത്ത് ഗ്ലൂട്ടാകോജിക് പൗഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പൗഡർ മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെച്ചിരിക്കുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെന്നൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കൂടെ വരുന്ന ബൗൾ ഇതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ള ബ്രഷ് എനിക്ക് മിസ്സായി, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മെഷറിംഗ് കപ്പിനകത്ത് നമ്മൾ ഫസ്റ്റ് ടാൻ വാനിഷ് ഗ്ലൂട്ടാകോജിക് ലോഷൻ എടുക്കുവാണ്. ഓക്കെ, ഒരു ഫുൾ കപ്പ്. അതിന് ടാൻ വാനിഷ് ഗ്ലൂട്ടാകോജിക് പൗഡർ എടുക്കുന്നത് ഈ ചെറിയ കണ്ടെയ്നറിനകത്ത്. ഓക്കെ, അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഒരു പിങ്കിഷ് കളർ വരുന്നുണ്ട്. ആ കുഞ്ഞു കുഞ്ഞു തരികളില്ലേ, അത് നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ. അത് നന്നായി മെൽറ്റ് ആവുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യാം. അതിനുശേഷം എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് ക്രീം ഉണ്ട്, അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ്സിന് ശേഷം വൈപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഇത്രയും പോർഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആവുന്നു. കാരണം എനിക്ക് മാക്സിമം ഫാസ്റ്റിൽ എടുക്കാൻ നോക്കുകയാണ്. ഒരു ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കണ്ടോ ഇട്ട ആ സ്ഥലത്ത് നല്ല റിസൾട്ട് ഉണ്ട്. കറക്റ്റ് ആ ഇത് സ്ഥലം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ട്. ടാൻ അത്രയും സ്ഥലം റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ ഹെയർ
കംപ്ലീറ്റ്ലി ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത എൻ്റെ റിസൾട്ട് എന്താണെന്ന് കണ്ടു. അപ്പോൾ ചെയ്യാൻ ഡൗട്ട് ഉള്ളവർക്ക് ഈ ഇൻസ്ട്രക്ഷൻ ഇതിനകത്തുണ്ട് ഓൾറെഡി. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു എന്താണ് 15 years വരെ ഉള്ളവർ ചെയ്യരുതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് എത്ര 15 days ഇത് ലാസ്റ്റ് ചെയ്യുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിൻ്റെ കളർ ഗോൾഡൻ കളറിലോട്ട് ചേഞ്ച് ആവും, അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു 15 days ഗ്യാപ്പിൽ ഇത് ചെയ്യാന്നാണ് ഇതിനകത്ത് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റിമൂവ്, അതായത് പിഗ്മെന്റേഷൻ റിമൂവ് ആവില്ല, ടാൻ മാത്രം റിമൂവ് ആവാനുള്ളൊരു പ്രോഡക്റ്റ് ആണിത്. അതുപോലെ ഇത് നെക്സ്റ്റ് ടൈം നമുക്ക് ടാൻ ആവുന്ന ആ ഒരു ടൈമിൽ റീഅപ്ലൈ ചെയ്യാം, അതായത് 15 days ഗ്യാപ്പിൽ ചെയ്യാം. ആക്നെ പ്രോൺ സ്കിന്നിൽ യൂസ് ചെയ്യരുതെന്ന് അവരിതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കെമിക്കൽ കണ്ടന്റ് ഇല്ല, ഇതിനകത്ത് ഗ്ലൂട്ടാക്കോജിക് സ്കിൻ പോളിഷ് എന്നുള്ളൊരു ഇതിൽ കെമിക്കൽ കണ്ടന്റ് തീരെ ഇല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് ചെയ്യരുത്. കാരണം കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. കെമിക്കൽ ഉള്ളത് കൊണ്ടാണ്, അതായത് നമുക്ക് ഈ വരുന്ന ഒരു പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് സ്മെല്ല് ചെയ്താൽ അറിയാൻ പറ്റും അമോണിയ പ്രോഡക്റ്റ് ആണിത്, അമോണിയ കണ്ടന്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹെയർ ഗോൾഡൻ കളർ ആവുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ആക്നെ പ്രോൺ സ്കിന്നിലോ അല്ലെങ്കിൽ ഫേസിലോ യൂസ് ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ടാൻ റിമൂവ് ആവുന്നുണ്ട്, അത് നമുക്ക് കയ്യിലൊക്കെ നല്ല രീതിയിൽ ടാൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ റിമൂവ് ആവുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും സേഫ് അല്ല. കാരണം നമുക്ക് ഈ അമോണിയ കണ്ടന്റ് ഒക്കെ ഉള്ള സാധനങ്ങൾ, അതായത് നമ്മളിപ്പോൾ നോർമലി ബ്ലീച്ചിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഈ പ്രോഡക്റ്റിന് വരുന്നത്. പിന്നെ റേറ്റ് കുറച്ച് കൂടുതൽ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലായാലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴൊരു റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ ഒരു 2-3 days കഴിയുമ്പോൾ നോർമൽ ഒരു സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഹെയർ കളർ ചേഞ്ച് ആകത്തില്ല. ഹെയർ ഗ്രോത്ത് വളർന്നു വരുന്ന ആ ഒരു ഹെയറില്ലേ, അതിൻ്റെ ആ റൂട്ടിൽ നിന്ന് മാത്രം കളർ ചേഞ്ച് ആയി വരുന്ന ആ ഒരു ഇത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താലുള്ളൊരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നുള്ള ഏജിങ് ഉണ്ടാവും, സ്കിന്നിൽ ഫൈൻ ലൈൻസ് ഉണ്ടാവും, റിങ്കിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇതൊരു ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയത്. കാരണം ഒരുപാട് എൻ്റെ കസ്റ്റമേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ബെറ്റർ ആണോ നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ അതെങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ച് യൂസ് ചെയ്തതാണ്. ഞാനിതൊരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അത്രയും നിങ്ങൾക്ക് അർജൻറ്റ്, അത്രയും ഇതാണ്. ഇപ്പോൾ ബ്രൈഡിനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ 1 time ഒക്കെ യൂസ് ചെയ്യുന്നതിൽ വേറെ ഇഷ്യൂസ് ഇല്ല. കണ്ടിന്യൂസ് ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ വേഴ്സ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ഈ നിക്കോണി ടാൻ വാനിഷിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ട്, അതൊരു റെഡിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും മുഖത്തൊന്നും പോയി അപ്ലൈ ചെയ്യരുത്, നല്ല പണി കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.